ഈ പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഷീബ ജോസഫ്. ഞങ്ങൾ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പടത്തുകടവ ഇടവകയിൽ നിന്നുമാണ്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 ഡിസംബർ 1-ാം തീയതിയാണ്. അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ചും വേറെ കുറച്ച് അനുഭവങ്ങളെക്കുറിച്ചുമാണ്. 2015 എൻ്റെ ഹസ്ബൻഡ് ദുബായിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു ദിവസം വെക്കേഷന് നാട്ടിൽ വന്ന സമയത്ത് ഒരു പ്രാവശ്യം ഹസ്ബൻഡ് വീടിൻ്റെ സ്റ്റെപ്പിൽ നിന്ന് വീഴുകയും അതുവഴി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോൾഡറിന് ഡിസ്ലൊക്കേഷൻ ആവുകയും ലിഗമെൻ്റ് ടയർ സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അവിടെയുള്ള അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചുവെങ്കിലും അവർ ആ സമയത്ത് എക്സ്റേ മാത്രം എടുക്കുകയും ഇത് കുഴപ്പമില്ല, ഫിസിയോതെറാപ്പിയും പെയിൻ കില്ലറും മാത്രം എടുത്താൽ കുറയും എന്ന് പറഞ്ഞ് ഒരു 6-7 മാസം അങ്ങനെ കണ്ടിന്യൂസ് പെയിൻ കില്ലറും ഫിസിയോതെറാപ്പിയും മാത്രം എടുത്ത് ഇങ്ങനെ പോവുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു വേദനയ്ക്ക് ഒരു വ്യത്യാസവും വന്നില്ല. അന്നേരം ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അന്നേരം നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറോട് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്നോടെ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അഭിപ്രായവും ഡോക്ടറും കൂടി പറഞ്ഞ് നമുക്കന്ന് ഒരു MRI എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ MRI, അതിനു മുമ്പ് ഡോക്ടേഴ്സ് ആരും ഒരു MRI എടുക്കാൻ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിരുന്നില്ല. അങ്ങനെ MRI എടുത്തപ്പോഴാണ് അതിനകത്ത് ഡിസ്ലൊക്കേഷനും ലിഗമെൻ്റ് ടയറും ഉണ്ടെന്ന് അറിഞ്ഞത്. അന്നേരം ആകെ മൊത്തം ഒരു ഓപ്ഷൻ അവർ പറയുന്നത് ഇത് സർജറി ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷന് മുന്നിലില്ലായിരുന്നു. അന്നേരം എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് സുഖപ്പെടണം എന്നുള്ള ഇതുകൊണ്ട് ഹസ്ബൻഡിന് സർജറി കഴിഞ്ഞു. പക്ഷേ സർജറി കഴിഞ്ഞെങ്കിലും ഒരു 6 മാസത്തിന് ശേഷമായിട്ടും ആ പെയിൻ അങ്ങനെ തന്നെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഞങ്ങൾ ഈ ഫോളോ അപ്പിന് പോകുമ്പോഴൊക്കെ ഡോക്ടറോട് ഞങ്ങൾ ഈ കാര്യം പറയുന്നുണ്ടെങ്കിലും ഡോക്ടർ പറയുന്നത് അത് കുറഞ്ഞുകൊള്ളും എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു 7-8 മാസമായിട്ടും കണ്ടിന്യൂസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പിയും മെഡിസിൻസും എടുത്തെങ്കിലും ആ പെയിൻ അങ്ങനെ തന്നെ പിന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഡോക്ടറോട് ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്തു, ഡോക്ടർ എന്നാൽ നമുക്കൊരു MRI കൂടെ എടുത്ത് നോക്കിയാലോ. പക്ഷേ MRI എടുക്കാൻ ഡോക്ടർ വില്ലിങ് അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറോട് തന്നെ ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്ത് ആ ഡോക്ടർ എനിക്കൊരു MRIക്കുള്ള റിക്വസ്റ്റ് എഴുതി തന്ന് ഞാൻ അങ്ങനെ വേറെ ഒരു സ്ഥലത്ത് പോയി MRI എടുത്ത് നോക്കിയപ്പോൾ ഈ ഡോക്ടർ ചെയ്ത സർജറി ഓൾറെഡി ഫെയിൽ ആയതായിരുന്നു. ആ ഹസ്ബൻഡിന് മുമ്പ് എങ്ങനെയാണോ ടയർ ഉണ്ടായിരുന്നത് ആ ടയർ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ആ സർജറിയിൽ ഡോക്ടർക്ക് അത് അറിയായിരുന്നു ഫെയിലായി എന്നുള്ളത്. അതുകൊണ്ടാണ് ഡോക്ടർ പിന്നീട് MRI എടുക്കാൻ സമ്മതിക്കാതിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ റിപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ആ ഡോക്ടറെ അടുത്ത് ചെന്നുവെങ്കിലും ഡോക്ടർ അത് അംഗീകരിക്കാൻ സമ്മതിക്കുന്നില്ല. ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോടെ സർജറി ചെയ്യാം, പക്ഷേ നമ്മുടെ റിസ്കിൽ തന്നെ ചെയ്യണമെന്ന്. അങ്ങനെ അവസാനം എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി പറഞ്ഞ് ദൈവം ഞങ്ങൾക്ക് കാണിച്ച് തന്നതുപോലെയുള്ള ഒരു ഡോക്ടറായിരുന്നു ആ ഡോക്ടർ ഇതെല്ലാം കണ്ട് ഞങ്ങളോട് ഭയങ്കര കാരുണ്യത്തോടു കൂടി പെരുമാറി. ഈ ഡോക്ടർ ഞങ്ങളെ MRI എടുത്ത് കാണിച്ചു തന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നു. ഇതൊരു സർജറി ചെയ്തതുകൊണ്ട് ഇനി നിങ്ങൾക്കൊന്നും ആകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് വേറൊരു ബേസിക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൗദിയിൽ പോയി ചെന്ന് കഴിഞ്ഞപ്പോഴും ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലങ്ങൾ, പിള്ളേരെ ഹസ്ബൻഡിനെ ഇട്ടിട്ട് പോയി ഇവർക്ക് ചേട്ടായിക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല, ഒത്തിരി ടെൻഷൻ അടിച്ച സമയത്താണ് എൻ്റെ കൂട്ടുകാരി പറയുന്നത് ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന കാര്യം. അങ്ങനെ ഞാൻ അവിടുന്ന് വെക്കേഷന് വന്നു. എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടി ഞാൻ ഇവിടെ വന്നു. ചേട്ടായിനെ കൊണ്ട് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ ഉപ്പും തൈലവും പുരട്ടി ആ വേദനയുള്ള ഭാഗത്ത് എല്ലാ ദിവസവും പുരട്ടി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് 3 മാസത്തിന് ഉള്ളിൽ തന്നെ എൻ്റെ ചേട്ടായിക്ക് അതിൻ്റേതായ ഒത്തിരി വ്യത്യാസങ്ങൾ കാണാൻ സാധിച്ചു. എന്തെന്ന് വെച്ചാൽ അതിനു മുമ്പ് എൻ്റെ ചേട്ടായിക്ക് ഈ ചെറിയൊരു പ്രായത്തിൽ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എൻ്റെ കുടുംബത്തിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലോ എന്നുള്ള ടെൻഷൻ കൊണ്ട് പുള്ളിക്ക് ശരിക്കും ഡിപ്രസ്ഡായി പോയായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ സൈക്യാട്രി ഡോക്ടറിൻ്റെ അടുത്ത് വരെ ഞാൻ പോയി എൻ്റെ ഹസ്ബൻഡിനെ കൺസൾട്ടേഷൻ കാണിച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിനെ ഞാനായിരുന്നു ഇങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് സാരമില്ല ചേട്ടാ, ഇങ്ങനെയാ എന്ന് പറഞ്ഞ്. അന്നേരം ഞാനും കൂടി പെട്ടെന്ന് സൗദിയിലേക്ക് പോയപ്പോൾ ചേട്ടായിക്ക് തന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പുള്ളി ആകെ ഡിപ്രസ്ഡായ സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ആ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ചേട്ടായിക്ക് ഒത്തിരി ഹസ്ബൻഡിന് മാറ്റങ്ങൾ വരികയും കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കുകയും അതിനു മുമ്പാണെങ്കിൽ തന്നെയാണെങ്കിലും എന്തൊരു ടെൻഷൻ വന്നാലും ഡിപ്രസ്ഡ് ആവുന്ന പുള്ളി ഇപ്പോൾ ഒത്തിരി ആക്റ്റീവായി. ഇപ്പോൾ 2 വർഷമായിട്ട് ഇതേവരെയായിട്ട് ആ ഷോൾഡറിൻ്റെ വേദനയോ ആ ഷോൾഡറിൽ നിന്ന് വേദനയായിട്ട് ഡിസ്കിലേക്ക് പ്രോബ്ലം വന്നായിരുന്നു.
ആ ഡിസ്കിൻ്റെ വേദനയോ ഇതേവരെയായിട്ട് എൻ്റെ ചേട്ടായിക്ക് 2 വർഷമായിട്ട് ഇല്ല. അതിന് മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അല്ലെങ്കിൽ രാത്രിക്ക് എനിക്കറിയാം, ഒരു നേഴ്സായി എനിക്കറിയാം, ഡോക്ടർ കൊടുക്കുന്ന ആകെയുള്ള മെഡിസിൻ എന്ന് പറയുന്നത് ഒരു പെയിൻ കില്ലറും സ്ലീപ്പിംഗ് പിൽസുമാണ്. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല ഇത് സ്ലീപ്പിംഗ് പിൽസാണ്. എന്നുവെച്ചാൽ പുള്ളിക്ക് ഓൾറെഡി ടെൻഷൻ, അന്നേരം കഴിക്കത്തില്ല. എനിക്കറിയായിരുന്നു അത് സ്ലീപ്പിംഗ് പിൽസായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 വർഷമായിട്ട് അതിനുള്ള ഒരു മെഡിസിൻസ് പോലും ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എടുക്കുന്നില്ല. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മണ്ണിട്ട റോഡിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ടായിരുന്നു. അന്നേരം ആ റോഡിൽ പഞ്ചായത്ത് വക റോഡ് കോൺക്രീറ്റ് ഇടുന്നുണ്ടായിരുന്നു. അന്നേരം ഞങ്ങളുടെ റോഡ് എന്ന് പറയുന്നത് വഴിയും റോഡുമായിട്ട് 1 മീറ്റർ ഹൈറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങളുടെ വണ്ടി വീട്ടിലേക്ക് കയറത്തില്ലായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം ആ കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് ഞങ്ങൾ അവിടെ 2 ലോഡ് മണ്ണടിച്ച് ഇട്ടു. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റായിട്ട് ഈസി ആയിട്ട് വണ്ടി വീട്ടിലേക്ക് കയറാനും പറ്റും, കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തും പറ്റും. അങ്ങനെ ഹസ്ബൻഡ് അവിടെ, ഞാൻ ആ സമയത്തൊക്കെ സൗദിയിലാണ്, ഹസ്ബൻഡ് അവിടെ 2 ലോഡ് മണ്ണടിച്ചു. 2-3 ദിവസം കഴിയുമ്പോൾ റോഡിൻ്റെ കോൺക്രീറ്റ് പണി നടക്കുകയാണ്. അന്നേരം മണ്ണെല്ലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള അവർ പറഞ്ഞു, അങ്ങനെ നിങ്ങളുടെ അവിടെയായിട്ട് മണ്ണിടാൻ പറ്റത്തില്ല, നിങ്ങൾ ഈ മണ്ണെടുത്ത് മാറ്റണം, നിങ്ങളെ കൊണ്ട് കോൺക്രീറ്റ് ചെയ്യിപ്പിക്കും, മണ്ണെടുത്ത് മാറ്റിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടായി ഒന്നും ആരോടും പറഞ്ഞില്ല. എന്നോട് വിളിച്ചിങ്ങനെ പറഞ്ഞു, എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ 10 വർഷമായിട്ട് അവിടെ താമസിക്കുന്നതാണ്, ആരുമായിട്ടും ഒരു പ്രശ്നമില്ല, എല്ലാവരും നല്ല കുടുംബത്തോട് താമസിക്കുന്നവരാണ്. പക്ഷേ സഡൻലി ഇങ്ങനെ അവരുടെ അടുത്തുനിന്ന് കേട്ടപ്പം ചേട്ടായിക്ക് അത് ഭയങ്കര വിഷമായി. എന്തുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ആദ്യം തന്നെ പറയും. അന്നേരം ഞാൻ പറഞ്ഞു, സാരമില്ല ചേട്ടായി, നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അന്നേരം ചേട്ടായി ആ 2 ദിവസം ആ മണ്ണിട്ട സ്ഥലത്ത് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും അവർക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് രാവിലെ ചേട്ടായി എല്ലാ ദിവസവും പള്ളിയിൽ പോവും. രാവിലെ വെളുപ്പിനെ 2 മണിക്ക് 3:30 എഴുന്നേറ്റ് പിള്ളേർക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എല്ലാ ദിവസവും കുർബാന മുടക്കാതെ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി തിരിച്ച് വന്നപ്പം അത്രയും എവിടെ മുതൽ എവിടം വരെയാണോ കോൺക്രീറ്റ് ചെയ്യേണ്ടത് അത്രയും ഭാഗത്ത് അവരെല്ലാവരും കൂടി അത്രയും ഹൈറ്റിൽ അവർ തന്നെ മണ്ണ് കൊണ്ടിട്ട് ആ റോഡിന് ഒരു പ്രോബ്ലവും ഇല്ലാതെ കോൺക്രീറ്റ് അത്രയും ഭാഗത്ത് ഹൈറ്റിൽ മണ്ണിട്ട് ഞങ്ങൾ എത്രയാണോ ആ റോഡ് പൊന്തണ്ടേ എന്ന് ആഗ്രഹിച്ച് അതിലും കൂടുതലായിട്ട് ആ റോഡ് പൊന്തി ഞങ്ങൾക്ക് തന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചത്, മാതാവേ, മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ചേട്ടായിനെ നാണം കെടുത്താൻ ഇടവരുത്തല്ലേ, ഞങ്ങളുടെ അയൽവക്കംകാരുമായിട്ട് ഒരിക്കലും ആരും ശത്രുത ഉണ്ടാകല്ലേ എന്ന് ഞാൻ ആ സമയത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത്. അതിനുശേഷം മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ, ലേസർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പേഷ്യൻറ്റിന് ഒരു പ്രൊസീജിയർ ചെയ്യണമായിരുന്നു. ഡോക്ടർ കൺസൾട്ടേഷൻ കഴിയുമ്പോൾ ഡോക്ടർ നമുക്ക് ഒരു പേഷ്യൻ്റ് ഇന്ന മെഷീനിൽ ഇന്ന പ്രൊസീജിയർ ചെയ്യണമെന്ന് എഴുതി കൊടുക്കും. ആ പേഷ്യൻറ്റിന് അങ്ങനെ എഴുതി കൊടുത്തായിരുന്നു. പക്ഷേ ആ പേഷ്യൻറ്റ് ആ മെഷീനിൽ ചെയ്യേണ്ട വേറെ മെഷീനിൽ ചെയ്യണമെന്ന് പറഞ്ഞ് അവരുടെ സ്വന്തം റിസ്കിൽ നമുക്ക് കൺസെൻ്റ് ഇട്ട് ചെയ്യും. അവരങ്ങനെ കൺസെൻ്റ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഓൾറെഡി അതിൻ്റെ കോൺസിക്വൻസും അതിൻ്റെ സൈഡ് ഇഫക്റ്റും എല്ലാം ഡോക്ടർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. പക്ഷേ പേഷ്യൻ്റ് പറഞ്ഞു, എനിക്കതൊന്നും പ്രശ്നമില്ല, എനിക്കത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പേഷ്യൻ്റ് സൈൻ ഇട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നു. അന്നേരം നമുക്കറിയാം ആ പേഷ്യൻ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരുമെന്ന്. പക്ഷേ അവരുടെ സൈൻ ഇട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തുമില്ല. അങ്ങനെ ലേസർ ചെയ്തു. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം പേഷ്യൻ്റ് കംപ്ലൈൻറ്റുമായിട്ട് തിരിച്ചു വന്നു. പേഷ്യൻറ്റിൻ്റെ ഫേസിൻ്റെ സൈഡിലെല്ലാം ബ്ലാക്ക് മാർക്ക് ബേൺ പോലെ ആയി എന്ന് പറഞ്ഞു വന്നു. ഡോക്ടർ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളോട് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, നിങ്ങളുടെ റിസ്ക് മൂലമാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ അവിടെ പേഷ്യൻറ്റിൻ്റെ സൈനും വാല്യൂവിനും ഒന്നും ഒരു ഇതുമില്ല. പേഷ്യൻ്റ് ഡയറക്റ്റ് MOH മിനിസ്ട്രിയിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. 6 മാസങ്ങൾക്ക് ശേഷം മിനിസ്ട്രിയിൽ നിന്നൊരു നോട്ടീസ് വന്നു, നമ്മളോട് എന്താണെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നും പറഞ്ഞ്. അങ്ങനെ ഞാനായിരുന്നു ആ പേഷ്യൻ്റെ പ്രൊസീജിയർ അറ്റൻഡ് ചെയ്ത ആൾ. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് മിനിസ്ട്രി വന്നു. MOH ആ സമയത്ത് എന്നോട് സിസ്റ്റർ പറഞ്ഞു, ഷീബ, നീ ടെൻഷൻ അടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മതി. പക്ഷെ എന്നാലും നമുക്കൊരു പേടിയാണ്, നമ്മൾ വേറെ നാട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്, നമുക്ക് ലൈസൻസും എക്സാമും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്കൊരു കാര്യവുമില്ല. അങ്ങനെ MOH മിനിസ്ട്രിയിൽ നിന്ന് അവർ വന്നു. അവർ വരുന്ന സമയത്തൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മാതാവേ, എന്താ ചെയ്യേണ്ടത്, എന്താ പറയണ്ടേ നമുക്കറിയത്തില്ല, നമ്മുടെ മിസ്റ്റേക്ക് അല്ല, എന്നാലും അവർ വരുമ്പോൾ നമുക്ക് ആൻസർ പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ഞാൻ ചുമ്മാ ഒരു മൊബൈലിൽ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് സങ്കീർത്തനം 23-നുള്ള കർത്താവ് ഇതിൻ്റെ ഇടയനാകുന്നു ഒന്നല്ല ബൈബിൾ വാക്യം കിട്ടിയത്. എന്തായാലും ഞാൻ ആ മിനിസ്ട്രിയിൽ അവരെന്നെ വിളിക്കുന്നോടെ വരെ ഞാനത് ചൊല്ലിക്കൊണ്ടിരുന്നു. എൻ്റെ മാതാവിൻ്റെ കാശുരൂപം കൈക്കൊന്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അന്നേരം വന്നത് ഒരു
ഫീമെയിൽ ലേഡി ആയിരുന്നു വന്നത്. പക്ഷേ സാധാരണ മിനിസ്ട്രിയൊക്കെ നമ്മളോട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കും, ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണം നമ്മളോട്. പക്ഷേ അവർ വന്ന് എൻ്റെ അടുത്ത് എങ്ങനെയാണോ എനിക്കൊന്ന് മാതാവ് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്, അത്രയായിട്ടൊന്നും സൗദിയിലൊന്നും ആരും നമ്മോട് പെരുമാറത്തില്ല. അവരത്രയും മര്യാദയോടെ എന്നോട് കാര്യങ്ങൾ ചോദിച്ചെടുത്ത് അത് ഡീറ്റെയിൽസ് എഴുതുന്ന സമയത്ത് നമുക്കും കൂടെ കുറിച്ച് സപ്പോർട്ടാകുന്ന രീതിയിൽ അവരതിനകത്ത് എഴുതി ചേർത്ത്, അതിനുശേഷം ഞാനിപ്പോൾ 7 മാസമായി അവിടെ വർക്ക് ചെയ്യുന്നു. ഒരു പ്രോബ്ലവും ഇല്ലാതെ മാതാവ് എന്നെ കാത്തു. ഞാനിപ്പോൾ ഇവിടെ വന്നു. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാനിത് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഒരു വണ്ടി വേണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ചേട്ടായി ഉടമ്പടി എടുത്ത് ഇതിനു മുമ്പ് ചേട്ടായി ഒരു പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ചേട്ടായിൻ്റെ 4ാമത്തെ ഉടമ്പടീൻ്റെ സമയത്ത് അതിവിടെ ഒരു നിയോഗമായി വെച്ചു. അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിലും നല്ലൊരു വണ്ടി മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ആ വണ്ടിയായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വന്നേക്കുന്നത്. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മാതാവ് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ മോന് ഉടമ്പടി തൈലവും ഉപ്പും തേച്ചത് വഴി സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അത് അവന് തന്നെ പറയണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ മോള്, ഞാൻ സൗദിക്ക് പോകുന്ന സമയത്ത് 2 പേരും ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു. അന്ന് എൻ്റെ കുഞ്ഞിന് മോൾക്ക് ഒന്നും ഞാൻ അവിടെയുള്ള സമയത്തൊക്കെ ഞാൻ അവിടുന്ന് വാട്സപ്പിൽ ഇവരുടെ നോട്ട് എഴുതി മേടിക്കും. സമയം കിട്ടുമ്പോൾ ഞാൻ IMO വഴി ഇരുന്ന് പഠിപ്പിക്കും. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ പണ്ട് വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ മോൾക്ക് ഞാൻ എത്ര ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്താൽ അവൾക്കത് മനസ്സിലാകത്തില്ലായിരുന്നു. അന്നേരം ഞാൻ ഓർത്തായിരുന്നു, എന്തായാലും ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് മാറ്റി മലയാളം മീഡിയത്തിലേക്ക് ചേർക്കാം, വേറെ ഒരു ഓപ്ഷനും ഇല്ല. പക്ഷേ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചേട്ടായി ഇവരെ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ 2 പേരുടെയും നെറ്റിയിൽ തൈലം പൂശി മാതാവിൻ്റെ ഉപ്പും തേനും എല്ലാം കൊടുത്ത് സ്കൂളിൽ വിടുന്നത്. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇപ്പോൾ ഇവൾ നല്ല മിടുക്കിയായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിക്കുന്നു. അടുത്ത ഈ സ്കൂൾ തുറക്കുമ്പോൾ അവൾ ഹൈസ്കൂളിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് കയറുന്നു. എൻ്റെ മോന് പറയാനുള്ള സാക്ഷ്യം ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കാം. എൻ്റെ പേര് അലൻ. ഞാനിപ്പോൾ 10th പഠിക്കുന്നത്. ഞാൻ 8ൽ പഠിക്കുന്ന നേരത്ത് എനിക്ക് വല്ലാണ്ട് വായ്പുണ്ണ് വരികയും സഹിക്കാനാവാണ്ട് വരികയും ചെയ്തു. ഞാൻ എന്നിട്ട് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. കുറേ മരുന്ന് കഴിച്ചിട്ടും കുറവൊന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് പപ്പ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത്. അന്നേരം ഞാൻ തൈലവും ഉപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അന്നേരം ആ ഒരു ടൈമിൽ എൻഡോസ്കോപ്പ് ചെയ്ത സമയത്ത് എനിക്ക് അന്നനാളത്തിൽ പുണ്ണുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അന്നേരം ഈ ഉപ്പും തൈലെല്ലാം കുറച്ചുകൂടെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. അത് 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്കതെല്ലാം കുറഞ്ഞു വരികയും പിന്നെ എനിക്ക് എല്ലാ ഫുഡും കഴിക്കാനൊക്കെ പറ്റി. പിന്നെ ഈ ഒരു അടുത്തായിട്ട് എനിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ കാരണം മേല് മൊത്തം കുരു വന്നിട്ട് ഭയങ്കര ചൊറിച്ചിൽ ഇറിറ്റേഷനൊക്കെ ആയിരുന്നു. അന്നേരം കുറേ മരുന്ന് കുത്തിനോക്കി, ഒട്ടും കുറവില്ല. ഡോക്ടറിനൊക്കെ കാണിച്ചു നോക്കി, ഒരു കുറവില്ല. ആ ടൈമിൽ ലേശം വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും ഇട്ട് അവിടെയൊക്കെ പുരട്ടി കൊടുത്തു. ഡോക്ടർ പറഞ്ഞ് 8 ആഴ്ച കൊണ്ട് ഇത് മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്കത് മൊത്തം മാറി. ആ പാട് ഒരാഴ്ച ഞാനങ്ങനെ ചെയ്തു നോക്കിയുള്ളൂ. ആ അടുത്തതിനായിട്ട് എനിക്ക് മാറി കിട്ടുകയും ചെയ്തത്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹസ്ബൻഡിന് ദൈവവിശ്വാസവും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയൊന്നും ഞങ്ങൾ ഇതേവരെയായിട്ട് അന്ന് ആ സമയങ്ങളൊന്നും മുടക്കിയിരുന്നില്ല. എങ്കിലും പണ്ട് മുതലേ ഞാൻ എല്ലാ ആവശ്യങ്ങൾക്കും മാതാവിനോട് കൊന്ത ചൊല്ലി എൻ്റെ കാര്യങ്ങളെല്ലാം നേടിക്കൊണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ എനിക്ക് ഇതേവരെയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിന് എന്നേക്കാൾ കൂടുതൽ വിശ്വാസമാകുകയും ഇപ്പോൾ ചേട്ടായി ഉടമ്പടി എടുത്ത് 2 വർഷമായി. എന്തെങ്കിലും അപൂർവം ഒരു സാഹചര്യത്തിൽ അല്ലാതെ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കുകയോ ബൈബിൾ വായന മുടക്കുകയോ ചെയ്യാറില്ല. അതുപോലെ തന്നെ എല്ലാ മാസം 3 മാസം കൂടുമ്പോൾ വന്ന് ഉടമ്പടി പുതുക്കുകയും പത്രം മേടിക്കുകയും അത് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. ചേട്ടായി വന്ന് പറഞ്ഞതുമൂലം ഒത്തിരി ആൾക്കാർ ഞങ്ങൾ വന്ന് പറഞ്ഞ മൂലം ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് ഇവിടെ വന്ന് ഇത് ഉടമ്പടി പുതുക്കിയിട്ടുമുണ്ട്, ഉടമ്പടി എടുത്തിട്ടുമുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ആദ്യമൊക്കെ ചേട്ടായും പിള്ളേരും കൂടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കോഴിക്കോട് ടൗണിലും വഴിയോരങ്ങളിലും ഇരിക്കുന്നവർക്കെല്ലാം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. എന്നു വെച്ചാൽ മെഡിക്കൽ കോളേജിലും അവിടെ എല്ലാം കൊണ്ടു കൊടുക്കുമ്പം അവർ ഫുഡ് മേടിക്കാൻ സമ്മതിക്കത്തില്ല. എന്ന് വെച്ചാൽ അവിടെ ഫുഡ് കൊടുക്കുന്നത് വേണ്ട എന്ന് പറയുമായിരുന്നു. എന്നാൽ ഇവർ തന്നെ ഉണ്ടാക്കിയിട്ട് ഇവർ 3 പേരും കൂടെ കൂടിയിട്ട് ലീവുള്ള സമയങ്ങളെല്ലാം കോഴിക്കോട് എല്ലായിടത്തും വഴിയോരത്തിലും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നീട് അതങ്ങ് അത്ര ബുദ്ധിമുട്ടായി വന്ന സമയത്താണ് ചേട്ടായി പാലിയേറ്റീവ് കെയറിൽ പോകാൻ തുടങ്ങിയത്. പാലിയേറ്റീവ് കെയറിൽ പോകുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് ഒത്തിരി കുടുംബങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്തവരും ഉണ്ടാക്കി കൊടുക്കാനില്ലാത്തവരും നമ്മുടെ ആ ഇടവകയിൽ തന്നെ ഉണ്ട് എന്ന് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ പാലിയേറ്റീവ് കെയറിൽ ഈ കാര്യം ചർച്ച ചെയ്യുകയും പാലിയേറ്റീവുകാരുടെ സമ്മതത്തോടെ എല്ലാ മാസവും ഞങ്ങൾ ഒരു എമൗണ്ട്, ഒരു 80-90 പേർക്കുള്ള ഫുഡ് എല്ലാ മാസവും ഉണ്ടാക്കി അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. ആ കൂട്ടത്തിൽ തന്നെ പാലിയേറ്റീവിലുള്ള അവരും കൂടി വന്ന് സഹായിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ടാക്കി കൊടുക്കും. ഇതിങ്ങനെ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം പാലിയേറ്റീവ്
പാലിയേറ്റീവ് കെയറിൽ അല്ലാത്ത ഞങ്ങളുടെ അവിടെയുള്ള ആൾക്കാർ വരെ ഇപ്പം ഓരോ മാസത്തിൽ 2-3 പേരാണ് ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പൈസ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും. അത് ഈ പാലിയേറ്റീവ് കെയറും ഇവരെല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പം ഞങ്ങൾ കൊടുക്കുന്ന സ്ഥാനത്ത് ഇപ്പം ഞങ്ങളെക്കാൾ കൂടുതലധികമായിട്ട് മറ്റുള്ളവരാണ് കൊടുക്കുന്നത്. എങ്കിലും ഞങ്ങൾക്ക് ആ ഒരു മാസം അത് ഫുഡ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ഒരു വീതം നമ്മൾ പാലിയേറ്റീവ് കെയറിലേക്ക് കൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി അവരുടെ ഒരിക്കലും ഞങ്ങൾ നോ പറയാറില്ല. അവരുടെ എല്ലാവരും ആരാണോ ഡൊനേറ്റ് ചെയ്യുന്നത് അവരുടെ ഫുഡ് ചേട്ടായും പിള്ളേരും പാലിയേറ്റീവ് കെയറുള്ള അവർ ഒത്തിരി പാലിയേറ്റീവ് കെയറിൽ അവർ സഹായിക്കുന്നുണ്ട്. അവരും കൂടി ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാക്കി എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും. ലീവുള്ള ദിവസമാണെങ്കിൽ പിള്ളേരും ഫുഡ് വിതരണം ചെയ്യാൻ അവരുടെ കൂടെ തന്നെ പോയി കൊണ്ടുപോയി കൊടുക്കും. ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അരുളി ചെയ്യുന്നുണ്ട്, ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ ഒരു കൂട്ടം വ്യക്തികൾ ഉടമ്പടിയെടുത്ത് ക്രിസ്തുവാഹകരായി ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഉടമ്പടിയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുക. ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അത് ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവിതമാണ്. അങ്ങനെ എങ്ങനെയാണ് ഇന്ന് തങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ, ഈ സൗഖ്യ അനുഭവങ്ങളൊക്കെ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഓരോ വ്യക്തികളും ഉടമ്പടി കാശുരൂപം ധരിച്ചുകൊണ്ട് അത് തങ്ങൾക്കൊരു ശക്തിയായി മാറി ആ കാശുരൂപവുമായിട്ട് അവർക്ക് തടസ്സമെന്ന് തങ്ങൾക്ക് ഫീല് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഉടമ്പടി കാശുരൂപവും കൊണ്ടുപോകുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ഈ മക്കൾക്ക് കിട്ടിയ സൗഖ്യാനുഭവം തൻ്റെ ഹസ്ബൻഡിൻ്റെ 5 വർഷമായിട്ട് സർജറി ഒന്ന് കഴിഞ്ഞതാണ്. അതിലൂടെ വന്ന കോംപ്ലിക്കേഷൻസ്, പിന്നീടത് വീണ്ടും സർജറി എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും തങ്ങൾക്ക് പോകേണ്ടി വന്നില്ല. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഇപ്പോൾ 2 വർഷമായി താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു അസ്വസ്ഥതകളൊന്നും ഇല്ല എന്നാണ് നാം കേട്ടത്. അതുപോലെ പിന്നീട് കിട്ടിയ ഓരോ കാര്യങ്ങളും, അതായത് തൻ്റെ ജോലി മേഖലയിലുണ്ടായ തടസ്സങ്ങൾ മാറുന്നത്, വഴി ലഭിക്കുന്നത്, അതുപോലെ മക്കളുടെ പഠന മേഖലയിലെ വിജയം, മകൻ്റെ രോഗസൗഖ്യം, ഇങ്ങനെയൊക്കെ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ ഇതെല്ലാം തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെ, പ്രേക്ഷിത പ്രവർത്തനം, അതായത് ക്രിസ്തുവിനെ അറിഞ്ഞവരാകുമ്പോൾ, ക്രിസ്തുവിൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റുന്ന വ്യക്തികളായി മാറുമ്പോൾ തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുവാനൊക്കെ ഓരോ കുടുംബവും ഓരോ മക്കളും ശ്രമിക്കുകയാണ്. അത് നമുക്കെന്തെങ്കിലും പേരോ അതിനൊന്നും വേണ്ടിയിട്ടല്ല. ഓരോ വ്യക്തികളും അന്വേഷിക്കുകയാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട്, മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ബെസ്റ്റായിട്ട് എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഈശോയെ സ്നേഹിക്കാൻ കഴിയുക. അതുതന്നെയാണ് പത്രോസിനോട് ഈശോ ചോദിക്കുക, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഈ ഒരു അധിക സ്നേഹം, ഈ ഒരു അധികമായിട്ടുള്ള പേയ്മെൻറ്റ്, ഇത് നാം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വരുന്ന മാറ്റത്തിലൂടെ ഇന്ന് കുടുംബത്തിൽ എങ്ങനെയാണ് വിശ്വാസം വർദ്ധിച്ചത്, തൻ്റെ ഹസ്ബൻഡിൽ നിന്ന് എങ്ങനെ കൂദാശ ജീവിതത്തിൽ ഒത്തിരിയേറെ അഭിവൃദ്ധിപ്പെട്ടു, കുടുംബം ഒന്നാകെ ഇന്ന് എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്ന് ഈ കുടുംബത്തെ ഇവിടേക്ക് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയത് തന്നെ ഈ ഒന്നുചേരലാണ്. ഇവർ ചെയ്യുന്നത് കണ്ട് ഇന്ന് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ഇവർക്കൊരു താങ്ങായി തണലായി ഇവരുടെ കൂടെ നിന്നുകൊണ്ട് പാലിയേറ്റീവിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഈശോ മഹത്വപ്പെടുവാനും ദൈവരാജ്യം പ്രസിദ്ധമാകുവാനും ഉടമ്പടി ജീവിതത്തിലൂടെ വ്യക്തികൾക്കിടയാകുന്നു. അവരെ ക്രിസ്തുവാഹകരായി മാറുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് ഉടമ്പടിയുടെ കാതലായ ഒരു അംശം തന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ജോലി മേഖലയിലൊക്കെ തനിക്കുണ്ടായിരുന്ന ആ ഒരു പ്രതിബന്ധം, പെട്ടെന്ന് വന്ന ഒരു ജോലിയിലുണ്ടായിരുന്ന ഒരു അസ്വസ്ഥത, അതിനൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് അതൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞത്? എല്ലാറ്റിനും നമ്മെ സഹായിക്കുന്നതാണ് ഉടമ്പടി. ഉടമ്പടിയുടെ ആ ഒരു
ചൈതന്യത്തിൽ നിന്ന് ഒന്നും മാറി നിൽക്കുന്നില്ല. എന്തിനും ഉടമ്പടി ജീവിതത്തിൽ പരിഹാരമുണ്ട്. നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇവർക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.